ഇരിക്ക്. നിങ്ങളുടെ ഡിമാൻഡ് വരുൺ അംഗീകരിച്ചു. വിവാഹബന്ധം വേർപെടുത്തി കഴിഞ്ഞാൽ 25 കോടി രൂപ നിങ്ങൾക്ക് തരും. ഈ എഗ്രിമെന്റ് ഒന്ന് വായിച്ചു നോക്ക്, എന്നിട്ട് സൈൻ ചെയ്യാം. തൽക്കാലം ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ജാമ്യം എടുക്കാം. ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വിവാഹബന്ധം വേർപെടുത്താനുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കണം. അത് കഴിഞ്ഞ് ഈ കേസിന്റെ തുടർ നടപടികൾ പ്രിയങ്ക തന്നെ നടത്തിക്കൊള്ളണം. അതാ എഗ്രിമെന്റ്. എന്താടി മോളെ? കുഴപ്പമില്ല മുത്തശ്ശി. മുൻപൊരിക്കൽ ഇതേ കാര്യം പറഞ്ഞ് വരുണിന്റെ കയ്യിൽ നിന്നും പ്രിയങ്ക കോടികൾ വാങ്ങിയിരുന്നു. അത് നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമില്ല. അതിലെനിക്ക് താല്പര്യമില്ല. അത് നിന്റെ മിടുക്ക്. പക്ഷേ അന്ന് നീ വേറെ ഒരു മിടുക്ക് കാണിച്ചു. വരുണിനോട് പറഞ്ഞ വാക്ക് നീ പാലിച്ചില്ല. അതുപോലെയാവില്ല ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്. എനിക്ക് ഒപ്പിട്ട് തന്ന ഈ എഗ്രിമെന്റിൽ നിന്നും എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ മയക്കുമരുന്ന് കേസ് മാത്രമാവില്ല, കൂടെ വേറെ ചില വകുപ്പുകളും ചേർത്ത് ജീവിതകാലം മുഴുവൻ അകത്താക്കിക്കളയും ഞാൻ. ഇല്ല വക്കീലേ, വക്കീലിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാലോ. വക്കീലിനോട് ഞങ്ങൾ നെറികേട് കാണിക്കില്ല. പണം കിട്ടിയാൽ അവരെ ശല്യപ്പെടുത്താതെ ഞങ്ങള് ദൂരേക്ക് എവിടേക്കെങ്കിലും പോയിക്കൊള്ളാം. വെരി ഗുഡ്. എങ്കിൽ ജാമ്യത്തിനുള്ള പേപ്പർ കൂടെ ഒപ്പിടണം. ബാക്കി കോടതിയിൽ നോക്കാം. പിന്നെ ഞാൻ പറയുന്നത് ഒന്നുകൂടെ ഓർമ്മിച്ചോളൂ. കൺമുന്നിലെത്തുന്ന പലരെയും ചതിച്ച ശീല നിങ്ങൾക്കുള്ളത്. അത് എന്നോട് പ്രയോഗിക്കാൻ ശ്രമിക്കരുത്. അത് അപകടമാണ്. ബാക്കി എല്ലാ പേപ്പറുകളും ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ വിൽപത്രം മാത്രമാ കാണാതിരിക്കുന്നത്. അത് മാത്രമായിട്ട് കാണാതാവെന്ന് പറഞ്ഞാല് അതത്ര നല്ല കാര്യമല്ലല്ലോ. പകൽ സമയത്ത് വീട് തുറന്നിടാറുണ്ടോ? ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഹാളിലിരിക്കുമ്പോ വാതിൽ തുറന്നിടാറുണ്ട്. അല്ലെങ്കിൽ മുഴുവൻ സമയം അടഞ്ഞു തന്നെ കിടക്കാറ്. അല്ല, ഈ വീട്ടിലൊരു കള്ളം കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് വിൽപത്രം എന്ന് പറയുന്നത് ഒരാളുടെ മനസ്സിലെ തീരുമാനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതല്ലേ. അല്ല, അതെടുത്തുകൊണ്ട് പോയിട്ട് ഒരു കള്ളൻ ഒന്നും കിട്ടാനുമില്ല. എന്നാലും നമ്മുടെ സംശയം ഒന്ന് മാറാൻ CCTV ഫുട്ടേജ് ഒന്ന് ചെക്ക് ചെയ്താലോ? എന്റെ ഈശ്വര, എന്നാലും അത് എവിടെ പോയെന്നാ ഞാൻ ആലോചിക്കുന്നത്. എടുത്തി ആ ലാപ്ടോപ്പ് ഇങ്ങ് എടുത്തിട്ട് വന്നേ. നമുക്ക് ചെക്ക് ചെയ്തിട്ടാണ് കാര്യം. ഗുഡ് മോർണിംഗ് സർ. മനോഹർ, ഒരു 25 ക്രോഡ്സ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കേണ്ടി വരും. അത് എല്ലാ ബാങ്കുകളിൽ നിന്നുമായിട്ട് മതി. ലിക്വിഡ് ക്യാഷ് തന്നെ വേണം. സർ, ഇത്രയും വലിയൊരു എമൗണ്ട് ലിക്വിഡ് ക്യാഷ് ആയിട്ട് വേണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബാങ്കിൽ നിന്ന് അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വേറെ സോഴ്സ് എന്താ? നമ്മൾ സാധാരണ അത്ര സോഴ്സ് ഉപയോഗിക്കാറില്ലെങ്കിലും നമ്മുടെ ഇൻഡസ്ട്രിയിൽ അത് വ്യാപകമായ ഒരു കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും.
എങ്കിൽ മനോഹർ വേഗം അതൊന്ന് അറേഞ്ച് ചെയ്യുക. എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എന്നെ അറിയിക്കണം. സർ, ഈ പിൻവലിക്കുന്ന പണം എന്താവശ്യത്തിനാണെന്നാണ് കാണിക്കുക? അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം. തൽക്കാലം താൻ അവരെ വിളിച്ച് കാര്യം അന്വേഷിക്കുക. സോറി സർ, ഞാനിപ്പോ മുറിക്ക് പുറത്ത് നിന്ന് സാറിന്റെ സംസാരം കേൾക്കുമായിരുന്നു. സർ, പറയുന്നതുകൊണ്ട് വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. കമ്പനിയുടെ ഇപ്പോഴത്തെ പൊസിഷനില് ഈ 25 ക്രോഡ്സ് ഒക്കെ പിൻവലിക്കാന്ന് പറയുന്നത് പോസിബിൾ അല്ല. സ്ഥാപനത്തിൽ എന്തൊക്കെ പോസിബിൾ ആണ്, എന്തൊക്കെ ഇമ്പോസിബിൾ ആണെന്ന് ബെഞ്ചമിൻ എന്നെ പഠിപ്പിക്കുകയാണോ? അങ്ങനെയല്ല സർ. മനോഹർ ഈ മുറിയിലേക്ക് വന്ന് കയറിയപ്പോ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത് താൻ പുറത്തുനിന്ന് കേട്ടുവെന്ന് താൻ പറഞ്ഞു. അത് തെറ്റല്ലേ? താൻ പഠിച്ച ഓഫീസ് ഡിസിപ്ലിനില് അങ്ങനെ ഒരു കാര്യമുണ്ടോ? സർ, ഈ ഡിസ്കഷനിൽ ബെഞ്ചമിനെ ആവശ്യമുണ്ടായിരുന്നെങ്കിൽ ഞാൻ വിളിപ്പിക്കുമായിരുന്നല്ലോ. എന്നാൽ താൻ എന്തുകൊണ്ട് വന്നു? സോറി സർ. ബെഞ്ചമിൻ, നമ്മളെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ ചെല്ലേണ്ടത്. അല്ലാത്ത ഇടങ്ങളിൽ നമ്മൾ അധികപ്പറ്റായിരിക്കും. ഡോണ്ട് റിപ്പീറ്റ് ദിസ്. യു മേ ഗോ. ഈ കാര്യത്തിൽ മനോഹർ ബെഞ്ചമിനോട് അഭിപ്രായം ചോദിക്കണമെന്നില്ല. എന്ത് കാര്യമുണ്ടായാലും നേരിട്ട് എന്നോട് റിപ്പോർട്ട് ചെയ്താൽ മതി. ശരി സർ.